MV ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പൽ ആഴ്ചകളോളം ഒരു ബയോളജിക്കൽ ബോംബ് പോലെയായിരുന്നു. അതിലെ യാത്രക്കാരിൽ മാരകമായ ഹൻഡ വൈറസ് സ്ഥിരീകരിച്ചതോടെ ലോകമാകെ ജാഗ്രതയിലായി. വൈറസ് ബാധിച്ച് 3 പേർ മരിച്ചു, 8 പേർ ഗുരുതരാവസ്ഥയിലാണ്. കപ്പലിൽ നിന്നിറങ്ങി വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയ ചിലർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ ശേഷിയുള്ള ആൻഡീസ് വകഭേദമാണ് കപ്പലിലുള്ളവരെ ബാധിച്ചിരിക്കുന്നത്. വൈറസ് ബാധിച്ചവരുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ ഏജൻസികൾ. എന്താണ് ഹൻഡ വൈറസ്? എന്തിനാണ് ഹൻഡ വൈറസിനെ പേടിക്കുന്നത്? ഹൻഡ വൈറസ് പലതരമുണ്ട്. അതിൽ 2 ഇനങ്ങളാണ് ഏറ്റവും അപകടകാരികൾ. വൃക്കകളുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം തകരാറിലാക്കുന്ന ഓൾഡ് വേൾഡ് വൈറസും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ന്യൂ വേൾഡ് വൈറസും. ഹൻഡ വകഭേദങ്ങളിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന ഒരേയൊരു ഇനമാണ് ആൻഡീസ് വൈറസ്. അർജന്റീനയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. 50% മരണനിരക്ക്. വൈറസിനെ നിയന്ത്രിക്കാൻ കൃത്യമായ മരുന്നോ ചികിത്സയോ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഹൻഡ വൈറസ് പകരുന്നതെങ്ങനെ? എലികളാണ് ഹൻഡ വൈറസിന്റെ ഉറവിടം. എലികളുടെ കാഷ്ടത്തിലും മൂത്രത്തിലും രോഗാണുണ്ടാകും. വായുസഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിൽ വീഴുന്ന എലികളുടെ വിസർജ്യം ഉണങ്ങി പൊടിയായി വായുവിൽ കലർന്ന് അന്തരീക്ഷത്തിൽ വരികയും അത് ശ്വസിക്കുന്നവരിൽ രോഗബാധയുണ്ടാകുകയും ചെയ്യും. സാധാരണ ഹൻഡ വൈറസ് എലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നാലും അത് നേരിട്ട് മറ്റു മനുഷ്യരിലേക്ക് പകരാറില്ല. എന്നാൽ ലാറ്റിൻ അമേരിക്കയിൽ കണ്ടെത്തിയ ആൻഡീസ് ഹൻഡ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതിവേഗം പടരും. അതാണ് MV ഹോണ്ടിസിലെ പ്രതിസന്ധി ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കാൻ കാരണം. ലക്ഷണങ്ങൾ: പനി, ശരീരവേദന, തലവേദന, നടുവേദന, തലകറക്കം, ഛർദി, വയറിളക്കം തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ. മറ്റു പല രോഗങ്ങൾക്കും ഇതേ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ രോഗകാരണം കണ്ടെത്തൽ അതിപ്രധാനമാണ്. ന്യൂ വേൾഡ് ഹൻഡ വൈറസ് ബാധിച്ച ഒരാൾക്ക് പ്രാരംഭ ലക്ഷണങ്ങൾ പ്രകടമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശ്വാസകോശത്തിന്റെയോ ഹൃദയത്തിന്റെയോ പ്രവർത്തനം പെട്ടെന്ന് തകരാറിലാകാൻ സാധ്യതയുണ്ട്. രോഗനിർണയം: ആന്റിബോഡി രക്തപരിശോധനയിലൂടെയോ വൈറസിന്റെ ജനിതക പരിശോധനയിലൂടെയോ ആണ് രോഗനിർണയം നടത്തുന്നത്. ഇതിന്റെ ഫലം വരാൻ ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ എടുത്തേക്കാം. ഓൾഡ് വേൾഡ് വകഭേദങ്ങൾ ബാധിച്ചുള്ള മരണനിരക്ക് 1 മുതൽ 15% വരെയാണെങ്കിൽ ന്യൂ വേൾഡ് വൈറസ് ബാധയ്ക്ക് ചികിത്സ നൽകിയാൽ പോലും പകുതിയോളം പേർ മരണപ്പെട്ടേക്കാം. വൈറസ് ബാധിച്ച ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ 2 മുതൽ 4 ആഴ്ച വരെയോ ചിലപ്പോൾ 8 ആഴ്ച വരെയോ സമയമെടുക്കും. എന്നാൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. ഇതാണ് കൃത്യമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രധാന വെല്ലുവിളി. ചികിത്സ: മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ആൻഡീസ് ഹൻഡ വൈറസിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകുന്നത്. ശ്വാസകോശത്തിന്റെ അവസ്ഥ മോശമായാൽ എക്മോ ചികിത്സയാണ് പ്രധാന ജീവൻ രക്ഷാ ഉപായം. എന്നാൽ ഇതിനുള്ള സൗകര്യം വൻകിട ആശുപത്രികളിലെ സ്പെഷ്യൽ ICUകളിൽ മാത്രമേ ഉണ്ടാകൂ. രക്തസമ്മർദ്ദം കുറയുന്നത് കാരണം ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളതിനാൽ രോഗിക്ക് അമിതമായി ദ്രാവകങ്ങൾ നൽകരുതെന്ന് വിദഗ്ധർ പറയുന്നു. ചികിത്സയ്ക്ക് സ്റ്റിറോയിഡുകളും ഉപയോഗിക്കാൻ പാടില്ല. വൈറസ് ബാധ നേരിടാൻ ശരീരത്തിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷന്റെ സന്തുലിതാവസ്ഥയെ സ്റ്റിറോയിഡുകൾ തകിടം മറിച്ചേക്കാം. ശരീരത്തിന് രോഗത്തെ അതിജീവിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുകയാണ് പ്രധാന ചികിത്സ. ഗുരുതരമായ കേസുകളിൽ അത്യാധുനിക ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വൈറസ് ബാധ നേരത്തെ തിരിച്ചറിയുകയും വൈകാതെ തന്നെ ശരിയായ പരിചരണം നൽകാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് രോഗമുക്തിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രതിരോധം: എലികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും വീടുകളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും മനുഷ്യർ കൂടുതൽ ഇടപെടുന്ന സ്ഥലങ്ങളിൽ നിന്നും എലികളുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയാണ് പ്രധാന പ്രതിരോധ മാർഗം. രോഗബാധയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ N95 മാസ്കുകൾ ഉപയോഗിക്കുകയും ശാരീരിക അകലവും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കുകയും ചെയ്യണം. കപ്പലിലെ രോഗബാധ നിലവിൽ പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യത കുറവാണെങ്കിലും ലോകാരോഗ്യ സംഘടന അപകട സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ രോഗനിർണയം വേഗത്തിലാക്കുകയും ചികിത്സ തേടുകയും വേണം. ചരിത്രം: കൊറിയയിലെ ഹൻഡാൻ നദീതീരത്താണ് ഹൻഡ വൈറസിനെ ആദ്യം കണ്ടെത്തിയത്. ഇന്ന് ലോകമെങ്ങും വിവിധ വകഭേദങ്ങളിലുള്ള ഹൻഡ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
1993 അമേരിക്കയിൽ ഇതിനെ കണ്ടെത്തുന്നത്. വൃക്ക, ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന വകഭേദങ്ങൾ അമേരിക്കയുടെ പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 വർഷം മുൻപ് അർജന്റീനയിലെ പറ്റഗോണിയയിലാണ് ആദ്യമായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് പടർന്നതായി രേഖപ്പെടുത്തിയത്. 2018 അർജന്റീനയിലെ തന്നെ എപ്പുയൻ ഗ്രാമത്തിൽ ആന്റിസ് വൈറസ് ബാധിച്ച 30ഓളം പേരിൽ 11 പേർ മരിച്ചു. അവിടെ നിന്നാണ് ഹൻഡ വൈറസിന്റെ പുതിയ ചരിത്രം തുടങ്ങുന്നത്. മരുന്ന് കണ്ടെത്തും വരെ ആ ചരിത്രത്തിൽ എന്തൊക്കെ എഴുതി ചേർക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ഇന്ന് ഗവേഷകർ. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.